നമസ്കാരം. കേരളം കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുക. മെയ് 4 ജനവിധി അറിയാം. ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കേരളത്തിനൊപ്പം തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് ഏപ്രിൽ 9-നാണ്. വോട്ടെണ്ണൽ മെയ് 4-ന്. ആകെ വോട്ടർമാർ 2.70 കോടി. വിഷുവിനും ഈസ്റ്ററിനും മുമ്പ് വോട്ടെടുപ്പ് എത്തുന്നതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഘട്ടത്തിലാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു അധ്യായത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് തുടക്കമാകുന്നത്. ഇടത് വലത് മുന്നണികളുടെ മാറി മാറി വരുന്ന ഭരണത്തിൽ വലഞ്ഞ കേരള ജനത ഇത്തവണ വലിയൊരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന് കരുത്തു പകരാൻ ഭാരതീയ ജനതാ പാർട്ടി സജ്ജമായി കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന വിപ്ലവം കേരളത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. കേന്ദ്ര പദ്ധതികൾ അർഹരായവരിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനും അഴിമതിരഹിതവും സുതാര്യമായ ഭരണം ഉറപ്പാക്കുന്നതിനും BJPയുടെ വിജയം കേരളത്തിൽ അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് തീയതി വന്നതോടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുള്ള തിരക്കിലാണ്. CPM-ഉം CPI-യും ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കാം. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക തിങ്കളാഴ്ച പുറത്തിറങ്ങുമെന്നാണ് വിവരം. BJPയുടെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് താഴെത്തട്ടിൽ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ വിഷു ആഘോഷങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം മാറുകയാണ്. ഇത്തവണ താമര വിരിയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കേരളത്തിന്റെ വികസനത്തിൽ പുത്തൻ കുതിച്ചുചാട്ടം നടത്താനാണ് BJP ലക്ഷ്യമിടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.